ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫസ്റ്റ് ഇമ്പാരിസൺ ആയിട്ടാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇമ്പാരിസൺ ചെയ്യുന്നത് കാർവഹാൽ എൻ്റെ കാർഡിനെ കുറിച്ചാണ്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയ കാർഡാണ് കാർവഹാൽ. ഇതാണ് കാർവഹാലിൻ്റെ കാർഡ്. റൈറ്റ് ബാക്ക് പൊളി കാർഡാണ് ഗൈസ്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 98 പൈസ ഏറ്റവും ഹൈ അതാണ്. അതിനുശേഷം ഉള്ളത് പിന്നെ ഇത് കണ്ടോ, ആക്സിലറേഷൻ സ്പ്രിൻറ്റ് സ്പീഡാണ് 100. ഗൈസ്, നമ്മളതിൻ്റെ ഫസ്റ്റ് ഇമ്പാരിസൺ ആണ്. നമ്മളൊരു മാച്ച് കളിക്കാൻ പോവാണ്. നമ്മൾ മാച്ച് കളിച്ചിട്ടില്ല, സോ നമുക്കൊരു മാച്ച് കളിക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ MLS എന്നൊരു മാച്ച് എടുത്തിട്ടുണ്ടേ. സെഞ്ചുറിയസ് ആണ് കാണിക്കുന്നത്, പക്ഷേ MLS എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വൈൽ ഡിഫെൻഡിങ് ടാപ്പ് ഓൺ ദ ഒപ്പോണൻറ്റ് ടു പ്രൊമോട്ട് എ ടീംമേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടീം. കാർവഹാലുണ്ട്. കാർവഹാൽ നമ്പർ 2 ആണ് ത്രോ എടുക്കുന്നത്. തിരിച്ച് കാർവഹാലിന് നമുക്ക് പേസ് ടെസ്റ്റ് ചെയ്യാം. കാർവഹാലിൻ്റെ പേസ് കണ്ടില്ലേ? ഇതാണ്. എപ്പോഴും നടുക്ക് കയറി വന്നേക്കും. ഓക്കെ, റഫീനിയ ഞാൻ കാർവഹാൽ പേസ് എടുത്ത് പോകുമ്പോഴായിരുന്നു നടുക്ക് കയറിയിരിക്കുന്നു. നമ്മൾ കളിക്കുന്നത് ലാ ഗാലക്സിക്കെതിരെയാണ്. നമ്മളെപ്പോഴും ലാ ഗാലക്സിക്കെതിരെ തോക്കും. ഇത് ആണോന്ന് എനിക്കറിയില്ല. ലാ ഗാലക്സിയുടെ ഫുൾ ടീമുണ്ട്. ജോഫലിക്സ് കിട്ടിയില്ല. ബോയഡ്, ഡെൽഗാഡോ. സോ നമുക്ക് മാക്സിമം കാർവഹാലിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. കാർവഹാലല്ലേ സൈഡിൽ നിൽക്കുന്നത്. ഓക്കെ, ജോഫലിക്സ്. പക്ഷേ ഇതാണ് ഈ സെൻറ്റർ ബാക്ക് 2-3 ആൾക്കാരുണ്ട് ഇതുപോലത്തെ ക്ലബിൻ്റെയൊക്കെ. ഭയങ്കര സാധനങ്ങളാണ്. എങ്ങനെ അവരിങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്? സ്ട്രൈക്കർ ജോവോവിച്ച് മുന്നിലേക്ക് പോകുന്നു. സെർജിയോ റാമോസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാർവഹാൽ എന്ത് ചെയ്യണം? ഉയ്യോ, പോസ്റ്റ് തട്ടിയിട്ട് നമ്മുടെ ഭാഗ്യം. കാർവഹാൽ സൈഡിൽ നിൽപ്പുണ്ട്, പക്ഷെ നമ്മൾ വിങ്ങിലേക്കാണ് കൊടുത്തത്. കാർവഹാൽ പേസ് ടെസ്റ്റ് ചെയ്യാം. മുമ്പിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഒരുത്തനുമില്ല. ഓയ്യോ, ഇവനെ കടക്കാനാണ് പാട്. കാർവഹാൽ പിന്നിലേക്ക് പോകുന്നു. കണ്ടോ, ഇത് കണ്ടോ എന്ത് ഫൗളാണെന്ന്. ഓറിയൽ. സോ ഗൈസ്, ഈ ഒരു ടൈം കൊണ്ട് ലൈക്ക് ബട്ടൺ എല്ലാവരും അടിച്ചടിച്ച് പൊട്ടിക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പോയിട്ട് മുമ്പിലേക്ക് പോകാനുള്ള ശ്രമം. ഓക്കെ, തിയോ ഹെർണാണ്ടസ് ഷോട്ട്. കോർണറാണ്. ഗോൾ കീപ്പർ എങ്ങനെ സേവ് ചെയ്തെന്നുണ്ടോ? അത് ഡിലൈറ്റ് റാമോസ്. വീണ്ടും വാട്ട് എ സേവ്. ബോണോ അല്ല, എടാ ഇങ്ങോട്ട് കയറ്. റാമോസ് വീണ്ടും എങ്ങനെയാണ്? ഓക്കെ, ഡിജോങ് ഗോള്. അപ്പോൾ നമ്മൾ ഡിജോങ് തന്നെ അടിച്ചിട്ടുണ്ട്. നെതർലാൻഡ്സ് ബാഴ്സലോണ പ്ലെയർ റാങ്കിങ് ഡിജോങ്. അതായത് ശരിയാണെന്നെല്ലാം വെച്ചാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സ്കോർ എത്രയാണോ? 1-1. ഓക്കെ, അയ്യോ, ഇത് പെനാൽറ്റിയിലേക്ക് പോകാനുള്ള നല്ല ചാൻസുകൾ ഓക്കെ, തിയോ ഹെർണാണ്ടസ് ഷോട്ട്. ഈസി സേവാണ്. നമുക്ക് ഈ ബോണ്ടിനെ കിട്ടുകയാണെങ്കിൽ വല്ല സിൽവറും ബ്രോൺസും വല്ല പ്ലെയർ ആയിരിക്കും. പക്ഷെ എന്ത് ഗോൾ കീപ്പിംഗ് ആണെന്നല്ല, നല്ല ഇടി വെട്ടിന്. ലോങ് റേഞ്ചറോ ഇൻസൈഡ് ദ ബോക്സ് ഷോട്ടാണ് കക്ക എടുത്തത്. നമ്മൾ മോഹൻ ബഗാൻ്റെ കിറ്റാണ് കേട്ടോ ISL. എനിക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ജാഫലിക്സ് ഫ്രീ കിക്ക്. നമുക്ക് അവന്മാർക്കാണ് ഫ്രീ കിക്ക്. നമ്മളെ തട്ടിയിട്ട് ഇനി അവർക്ക് ഫ്രീ കിക്ക്. നല്ല പരിപാടിയാണ് കേട്ടോ. കിക്കി ഷസ്നി. ഓക്കെ, എക്സ്ട്രാ ടൈം ആകുമ്പോഴാണ് നമുക്കായിരിക്കും. അത് സമയം കളയാനില്ല. ഡിജോങ് ഞാൻ വിചാരിച്ച കാർവഹാലായിരിക്കും സൈഡിൽ നിൽക്കുന്ന കണ്ടപ്പോൾ.
എന്ത് ഡിജോങ്ങ പ്ലെയറിനെ പോയി ഇടിച്ച് കയറാനല്ല, പന്തെടുക്കാനാണ് പറയുന്നത്. കാർവഹാൽ നല്ല ഇൻ്റർസെപ്ഷനും ഡിഫെൻഡിങ് ഒന്നും കണ്ടില്ല ഇതുവരെയായിട്ട്. കാർവഹാലിൻ്റെ ഓഫൊന്നും അല്ല. അവിടെ ഗോൾ കീപ്പർ സേവ്. ജോ ഫെലിക്സ് രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. വെടിയിൽ നല്ല ഇടിയും കിട്ടുന്നു, അതാണ് ഞാൻ പോയത്. ഓക്കെ, അപ്പം 97 മിനിറ്റ് ആയിട്ടുണ്ട്. ഓറൽ, കക്ക, ജോ ഫെലിക്സ്. സെൻറ്റർ ബാക്കുകൾ എന്ത് പാടാന്ന്. അതുകൊണ്ടാണ് റൈറ്റ് ബാക്ക് നമ്മുടെ കാർവഹാലിനെ വെച്ച് മുന്നേറ്റം. റഫീനിയ അത് വെരി ബാഡ്. അങ്ങനെ ടേൺ ചെയ്തിട്ട് അടിക്കാൻ ഭയങ്കര പാട് ഇതിനകത്ത്. ഒരിക്കലും ഗോൾ കയറാനും പോകുന്നില്ല. ജോവനോവിച്ച് എടാ എക്സ്ട്രാ ടൈം ഒന്ന് കഴിഞ്ഞതാടെ, എന്തുവാടെ ഇത്. ആ എക്സ്ട്രാ ടൈമിൽ അവൻ ഒരെണ്ണം അടിക്കുമെന്ന് തോന്നുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയല്ലോ. ക്ലിയറൻസ് ഫൈനൽ വിസിലാണ്. അതെ ഫൈനൽ വിസിൽ വഴങ്ങി. അവിടെ പോണം. ഫൈനൽ വിസിലല്ലേ, ഹാഫ് ടൈം ആയിരുന്നു എക്സ്ട്രാ ടൈമിൻ്റെ. ഞാൻ പിന്നെ ഫൈനൽ വിസിൽ കഴിഞ്ഞിട്ട് എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്? അൽവാർസ്, ഡേഞ്ചറസ് മാനാണ് അൽവാർസ്. പിങ്ങിപ്പോയേ. കക്കയാണ് ക്ലിയർ ചെയ്തത്. എന്താ കക്കയ്ക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? അൽവാറസ്, ബോയ്ഡ് അല്ല വെയ്റ്റ്സ്. ടൈം പാസ് അവിടെയാണ്. എനിക്കിതുപോലത്തെ 2-3 സെൻറ്റർ ബാക്സിനെ വേണം. അല്ല ഈ ഡിലൈറ്റ് ഒന്നും എന്താണ് കാണിക്കുന്നത്? ഹെർണാണ്ടസിൻ്റെ ക്ലിയറൻസ്. നമ്മുടെ പണ്ടത്തെ ലെഫ്റ്റ് ബാക്ക് ഇന്നാണ് ഞാൻ തിയോ ഹെർണാണ്ടസിനെ മേടിച്ചത്. പണ്ടത്തെ ലെഫ്റ്റ് ബാക്ക് ഗുവേറോ ആയിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗുവേറോ, പക്ഷേ ഹെർണാണ്ടസിനെ ഞാൻ മേടിച്ചാണ്. റാങ്ക് ഓഫ് മൈ ഗുഡ്നസ്, കോർണറാണെന്ന് തോന്നുന്നു. ജസ്നീനെ കോർണർ കളിക്കുന്നു. കാർവഹാൽ എടുത്ത് പിന്നിലോട്ട് പോകും. ഹെഡ് ചെയ്യാൻ അറിയാവുന്നതല്ലേ, ക്ലിയർ ചെയ്യും. അത്രേ ഉള്ളൂ. കാർവഹാൽ പ്ലെയർ ഓഫ് ദ മാച്ച്. കാർവഹാൽ ഫൈനൽ വിസിൽ വഴങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ.